ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. 102 ലോക്സഭാ മണ്ഡലത്തിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് ഇരു മുന്നണികൾക്കും, അതായത് NDAയ്ക്കും INDAയ്ക്കും ഒക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അവർ പങ്കെടുക്കുന്നത്. ഏതായാലും ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്ന ഈ വേളയിൽ ആർക്കാകും മേൽക്കൈ എന്നാണ് ന്യൂസ് ഇന്ത്യ മലയാളം അനാലിസിസ് ചെയ്യുന്നത്. 102 സീറ്റുകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാനും പിന്നെ 4 യൂണിയൻ ടെറിട്ടറിയിലുമാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാട് തന്നെയാണ്. 39 ലോക്സഭാ സീറ്റാണ് തമിഴ്നാടുള്ളത്. പ്രതിപക്ഷ മുന്നണിക്ക്, അതായത് INDA മുന്നണിക്ക് ഏറെ പ്രതീക്ഷ ഉള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അങ്ങനെ 102 ഇടങ്ങളിൽ ആണ് തെരഞ്ഞെടുപ്പ്. ഈ 102 ലോക്സഭാ മണ്ഡലങ്ങളിൽ 42 സീറ്റുകൾ BJPയുടെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഈ 42 BJPക്ക് ലഭിക്കുമോ അതോ അതിൽ ഏറെ BJPക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ന്യൂസ് ഇന്ത്യ മലയാളം അനാലിസിസ് ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ 39 സീറ്റുണ്ട്. അവിടെ BJPക്ക് 2 മുതൽ 6 സീറ്റ് വരെ കിട്ടുമെന്നുള്ള പ്രവചനമാണ് ഉണ്ട്. ആ പ്രവചനം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വോട്ടെണ്ണലിന് ശേഷം മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ ഇപ്പോഴും DMKയ്ക്ക് അപ്രമാദിത്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണിത്. DMK മാത്രമല്ല, DMKയുടെ ഒപ്പം നിൽക്കുന്ന CPM ഉം കോൺഗ്രസും ഒക്കെ അടങ്ങുന്ന മുന്നണിക്ക് ഒരു അപ്രമാദിത്യമുണ്ട്. 2 തൊട്ട് 6 സീറ്റ് വരെ BJP നേടും. കുറഞ്ഞ പക്ഷം 4 നേടും എന്നാണ് കരുതുന്നത്. ഏതായാലും നമുക്ക് അത് വിടാം. ഏതായാലും പണ്ട് തൊട്ടേ അത് DMKയ്ക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നില്ല, ADMKയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന സംസ്ഥാനം പോലെ ആണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല, കാരണം അവിടെ BJPക്ക് സിറ്റിംഗ് MP തന്നെയില്ല. പിന്നുള്ളത് പശ്ചിമ ബംഗാളിൽ 3 ലോക്സഭാ സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 3 ലോക്സഭാ സീറ്റും BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ അതിനകത്ത് ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കുച്ച് ബീഹാറാണ്. അത് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ്. കാരണം അവിടെ ഈ ഹിന്ദു വിഭാഗത്തിൽ തന്നെ രാജപക്ഷ, മഡ്ഗ എന്ന് പറയുന്ന 2 സമുദായങ്ങൾ. ഈ സമുദായത്തിനാണ് ഈ പൗരത്വ ഭേദഗതി നിയമം വന്നാൽ ഏറ്റവും കൂടുതൽ ഗുണം. പക്ഷേ ഹിന്ദുക്കൾക്ക് പൊതുവേ ഒരു സ്വഭാവമുണ്ട്. അവർ ഞണ്ടുകളുടെ ലോകത്ത് ജീവിക്കുന്നവരാണ്. ഒരുത്തൻ രക്ഷപ്പെട്ടാൽ അവൻ്റെ കാല് പിടിച്ച് താഴോട്ട് വലിക്കും. അതുകൊണ്ട് ഏതായാലും മഡ്ഗ വിഭാഗം അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കുമ്പോൾ കുച്ചു ബീഹാറിൽ ഏറ്റവും കൂടുതലുള്ള രാജപക്ഷ വിഭാഗം അതിനെ എതിർക്കുകയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല എതിർപ്പ്, അവർക്കും ഈ പൗരത്വ ഭേദഗതി അനുസരിച്ച് പൗരത്വം കിട്ടും. പക്ഷേ അവർക്ക് ഇവരെ അടുപ്പിക്കരുത് എന്നുള്ള ഒരു സാധനമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിലുള്ള ഈ 3 സിറ്റിംഗ് സീറ്റ്, BJPയുടെ 3 BJP ജയിച്ച BJPയുടെ സിറ്റിംഗ് സീറ്റാണ് 2019. അതിലൊന്നും ഒരു പക്ഷേ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്, കാരണം ഈ ഇഷ്യൂ നിൽക്കുന്നത് കൊണ്ട്. ഉത്തർപ്രദേശിൽ 8 ലോക്സഭാ സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 2 സീറ്റാണ് BJPക്ക് നേരത്തെ ഉണ്ടായത്. 2019 2 ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 സീറ്റ് BJPയുടേത് BSP ആണ് പിടിച്ചെടുത്തത്. അങ്ങനെ 8 സീറ്റിൽ 2 BJPക്കുണ്ട്, 5 BSP ആണ് പിടിച്ചെടുത്തത്. പക്ഷേ ഇവിടെ ആ 3 സീറ്റും കൂടി BJPക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം BSP ഇന്നിപ്പോൾ പേരിന് പോലും ഇല്ല. അങ്ങനെയെങ്കിൽ ഉത്തർപ്രദേശിൽ ഈ 2 കൂടാതെ ഒരു 3 സീറ്റ് കൂടി BJPക്ക് അഡീഷണലായിട്ട് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ ഇപ്പോൾ നടന്ന ഉത്തർപ്രദേശിൽ നടന്ന 8 ലോക്സഭാ മണ്ഡലത്തിൽ 5 BJP ഒരുപക്ഷെ നേടിയേക്കാം. പിന്നുള്ളത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര നിലവിൽ 5 ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 4 NDAയുടെ കയ്യിലാണ്. NDA എന്ന് ഞാൻ പറയുമ്പോൾ BJPയും അവരുടെ സഖ്യകക്ഷി ശിവസേന ഒക്കെ ആയിരുന്ന ഒരു സമയത്ത് 2019 നേടിയ സീറ്റാണ്. അതിലൊന്ന് നമ്മുടെ ഗഡ്കരി മത്സരിക്കുന്ന നാഗപ്പൂരൊക്കെയാണ്. ഏതായാലും 4 സീറ്റ് ആണ് അവർക്ക് സിറ്റിംഗ് സീറ്റ്. അതൊന്നും നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. അഡീഷണലായിട്ട് ഒരുപക്ഷെ ഒരു സീറ്റ് കൂടെ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. രാജസ്ഥാനിൽ 12 സീറ്റുണ്ട്. 12 BJP നേടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സഖാക്കൾ പറയുന്നത് അതിലൊരു സീറ്റ് അവർക്ക് ലഭിക്കുമെന്ന്. കാരണം CPM രാജസ്ഥാനിൽ മത്സരിക്കുന്നുണ്ട് ഒരു സീറ്റിൽ. അത് അവർ ജയിക്കുമെന്ന് പറയുന്നു. ജയിക്കട്ടെ, സന്തോഷം, കനലൊക്കെ കെടാതെ ഇരിക്കട്ടെ. ഏതായാലും രാജസ്ഥാനിൽ 12 സീറ്റുണ്ട്. 12 BJP നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജസ്ഥാനിലെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. മധ്യപ്രദേശിലേക്ക് വന്നാൽ അവിടെ 6 ലോക്സഭാ സീറ്റിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അതിലെ ഒരു സീറ്റ് വളരെ ശ്രദ്ധാകേന്ദ്രമാണ്. നമ്മുടെ കമൽനാഥിൻ്റെ മകൻ ചിന്ദ്വാര മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. കമൽനാഥിനെ കുറിച്ച് കൂടുതലൊന്നും പ്രേക്ഷകരോട് പറയേണ്ട കാര്യമില്ല എന്ന് നമുക്കറിയാം. BJPയിലേക്ക് വരും എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാർത്ത വന്നിരുന്നു. പക്ഷേ അദ്ദേഹം പോകാതെ നിന്നു. അദ്ദേഹത്തിൻ്റെ മകന് ഏതായാലും സീറ്റ് കോൺഗ്രസ് നൽകി. അദ്ദേഹം പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ ചിന്ദ്വാര മണ്ഡലത്തിൽ ആണ് ഇപ്പോൾ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രം. അവിടെ ആര് ജയിക്കുമെന്നുള്ളത്. 6 സീറ്റിലേക്കാണ് മത്സരം. അവിടെയും BJP തന്നെ ജയിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്. പിന്നെ 4 കേന്ദ്രഭരണ പ്രദേശം, അത് കാലങ്ങളായി BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 2019 ഈ 102 അവർ നേടിയത് BJPയുടെ സഖ്യകക്ഷികളോട് നേടിയത് 42 സീറ്റാണ്. അതിലവർക്ക് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 1-2 സീറ്റ് കൂടും. പക്ഷേ അവർക്ക് ഒരു 7 സീറ്റ് തൊട്ട് 8 സീറ്റ് വരെ കൂടാം. അതായത് 42 എന്നുള്ളത് 48 50 ആയി മാറിയേക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു
കണക്കൂട്ടലും വിലയിരുത്തലും. ഏതായാലും 102 സീറ്റിൽ തന്നെയാണ് INDA മുന്നണിയുടെയും ഏറ്റവും കൂടുതൽ ശ്രദ്ധ. കാരണം ഈ തമിഴ്നാട്ടിൽ ഈ DMK ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് INDA മുന്നണിക്ക് ഒരു കരുത്താകും. INDA മുന്നണിയിലെ ഒരു കരുത്തരായ പാർട്ടി എന്ന് പറഞ്ഞാൽ DMK TMC ഒക്കെയാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിനും ഇല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്കും വലിയൊരു ആവേശം നൽകുന്നത്. ഏതായാലും 102-ൽ നിലവിൽ BJPക്കുള്ളത് 42ആണ്. ആ 42 48 or 50 ആയി മാറും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പശ്ചിമ ബംഗാൾ ഒരു സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. 3 ലോക്സഭാ സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. UP-യിൽ 8 ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ 2 എണ്ണം മാത്രമാണ് BJPയുടെ സിറ്റിംഗ് സീറ്റ്. ഒരു 3 എണ്ണം കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം BSP ആയിരുന്നു കഴിഞ്ഞ തവണ BJPയുടെ നിന്ന് സീറ്റ് പിടിച്ചെടുത്തെങ്കിൽ ഇന്ന് BSP വലിയ പവർഫുൾ അല്ല. അതുകൊണ്ട് തന്നെ 5 സീറ്റും കിട്ടാനുള്ള സാധ്യതയുണ്ട്. മഹാരാഷ്ട്ര നേരത്തെ തന്നെ അവർക്ക് 4 സീറ്റ്, ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്ന 5 ലോക്സഭാ മണ്ഡലത്തിൽ 4 അവരുടെ തന്നെ ആയിരുന്നു. അതിൽ 4 എണ്ണം അവർ നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അഡീഷണൽ ഒരെണ്ണം കൂടെ പിടിച്ചെടുക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് നിതിൻ ഗഡ്കരിയൊക്കെ മത്സരിക്കുന്ന നാഗ്പൂരൊക്കെയാണ്. അവിടെ തോക്കുമെന്ന് പോലും പറയാൻ നമുക്ക് കഴിയില്ല. രാജസ്ഥാനിൽ 12 ലോക്സഭാ സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 12 BJP തന്നെ നേടും. പിന്നെ CPM പറയുന്ന പോലെ ഒരു സീറ്റ് അവർക്ക് ലഭിക്കട്ടെ, സന്തോഷം. 6 സീറ്റുകളാണ് മധ്യപ്രദേശിൽ ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. 6-ലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം ചിന്ദ്വാര ലോക്സഭാ മണ്ഡലമാണ്. നമ്മുടെ കമൽനാഥിൻ്റെ മകൻ മത്സരിക്കുന്നു. കമൽനാഥും മകനും കൂടെ ഒന്നിച്ച് BJP വരുമോ സെപ്പറേറ്റ് ആയിട്ട് വരുമോ എന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഏതായാലും പിന്നെ 4 കേന്ദ്രഭരണ പ്രദേശത്തും തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അത് പരമ്പരാഗതമായി BJPയുടെ കയ്യിലിരിക്കുന്ന സീറ്റാണ്. എങ്ങനെ പോയാലും 102-ൽ 50 ഡെഫിനിറ്റ് ഉറപ്പിക്കുക. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ ഒരു പോയിന്റ്. നന്ദി, നമസ്കാരം.